ഗോവിന്ദചാമിക്ക് കുരുക്ക് മുറുക്കാൻ പോലീസ് ശ്രമം തുടങ്ങി. ജയിലിൽ ഗോവിന്ദചാമി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നെന്നാണ് കിട്ടിയ വിവരം. തക്കത്തടവുകാരൻ ശിഹാബ് നൽകിയ കഞ്ചാവിൻ്റെ ലഹരിയിലായിരുന്നു ഇയാൾ ജയിലിൽ ചാടിയത്. ജയിൽ ചാട്ടത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനായിരുന്നു ഗോവിന്ദചാമി പദ്ധതിയിട്ടിരുന്നെന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയതുകൊണ്ട് പദ്ധതിയാകെ പാളിപ്പോയി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ചയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്ക് ശുപാർശയായി. ജയിലിൽ 6 മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ലെന്ന് ജയിൽ DIG റിപ്പോർട്ടിൽ പറയുന്നു. ഗോവിന്ദചാമിയെ വിയൂർ അതിസുരക്ഷാ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ പോലീസ് വാഹനം ഇയാളെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ തൃശ്ശൂർ വിയൂറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വിളിച്ച ഒരു ഉന്നതതല യോഗമുണ്ട്. അത് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ചേരും. ഈ ഗോവിന്ദചാമിക്കെതിരെ PDPP വകുപ്പ് ചുമത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഇയാളൊരു പഠിച്ച കുറ്റവാളിയാണ്, ഒരു ഹാർഡ് കോർ ക്രിമിനൽ. ദീപക് തർമ്മൻ ചേരുന്ന വിവരങ്ങളുമായി. അതേപോലെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ് ചേരും. റിമാൻഡ് റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ്. കണ്ണൂർ ബോർഡ് സെൻട്രൽ ജയിലിൽ മുമ്പും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന പരാതി വന്നിരുന്നു. ഇപ്പോൾ ഗോവിന്ദചാമിക്ക് വരെ മൊബൈൽ വിളിക്കാനുള്ള സാഹചര്യം ഈ ജീവനക്കാർ അവിടെ ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? റാബി കരീം ചേരും അതുപോലെ വിയൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന്. കാര്യം കനത്ത സുരക്ഷയുള്ള ജയിലാണ് വിയൂർ സെൻട്രൽ ജയിൽ. അതുപോലെ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൻ്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷെവീദ് റാവുത്തറും തത്സമയം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അതാദ്യം നമ്മൾക്ക് ദീപക് തർമ്മടത്തിലേക്ക്. ദീപക് തർമ്മടം, യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദചാമി ഒരു അരമണിക്കൂർ കൂടെ അയാൾക്ക് കിട്ടിയെന്ന് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയേനെ. എന്തോ യഥാർത്ഥത്തിൽ ഈ സൗമ്യയുടെ അമ്മ സുമതി ചേച്ചിയുടെ ഭാഗ്യം കൊണ്ട് ഇയാൾ പിടിയിലായിപ്പോയി. പറയൂ ദീപക്. SKN അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം 1.5 മണിക്ക് മുൻപ്, അതായത് 1:10 കൃത്യമായി CCTVയിലെ വിവരങ്ങൾ പ്രകാരം 1:10 ഈ ജയിലിലെ അഴി മുറിച്ചു മാറ്റുന്നത്. ആ മുറിച്ചു മാറ്റിയിട്ട് തലയാദ്യം പുറത്തേക്ക് കടക്കുന്നത് 1:15 സെല്ലിൽ നിന്നും പുറത്ത് കടന്നു. അത് കഴിഞ്ഞുള്ള 4 മണിക്കൂർ ജയിലിനകത്ത് പെടുകയാണ്. ജയിലിൽ നിന്നും ചാടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അത് കഴിഞ്ഞ് ഹൈവേയിലെത്തിയിട്ട് ആദ്യം കാനത്തൂർക്കാവ് ഭാഗത്തേക്കാണ് പോകുന്നത്. അതായത് ഈ പള്ളിക്കുന്നിലെ കണ്ണൂർ സെൻട്രൽ ജയിലിന് അടുത്തുള്ള ഒരു കാവാണ് കാനത്തൂർക്കാവ്. അവിടേക്ക് പോകുന്നു. അവിടെ നിന്നും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട ഭൂമിശാസ്ത്രം അറിയാതെ പോകുന്നു. അങ്ങനെ ഒരു ഭൂമിശാസ്ത്രം അറിയാത്തതുകൊണ്ട്, അതായത് പുറത്തുനിന്നും ഒരാളുടെ സഹായം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ പിടിയിലായത്. മാത്രവുമല്ല, നമുക്ക് ലഭ്യമാകുന്ന പുതിയ വിവരമനുസരിച്ച് കഞ്ചാവ് നൽകിയിരുന്നു. ഷിഹാബ് എന്ന ഒരു അടവുകാരനാണ് കഞ്ചാവ് നൽകിയത്. 4 പേർക്ക് കൃത്യമായ ഈ ചാട്ടത്തെക്കുറിച്ച് അറിവ് ഉണ്ടായിരുന്നു. ഒന്ന് അതായത് ഈ കണ്ടെയ്ൻമെൻറ്റ് സെല്ലെന്ന് നമുക്ക് പറയാവുന്നതാണ്. ആ രീതിയിലുള്ള കണ്ടംപ്റ്റ് സെല്ലിൻ്റെ ആ 19ാം സെല്ലിൽ താമസിക്കുന്ന തേനി സ്വദേശി സുരേഷിന് കൃത്യമായി അറിയാം. ഇതുകൂടാതെ തന്നെ വിശ്വനാഥനും അതുപോലെ തന്നെ സാബുവിനും, ഇത്രയും പേർക്ക് ഇത് കൃത്യമായി ചാട്ടമറിയാം. ഇവരോടൊക്കെ ഗുരുവായൂരിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. കാരണം സ്വാഭാവികമായും ചാടി രക്ഷപ്പെട്ടാൽ പോലീസിൻ്റെ അന്വേഷണം വരും. അപ്പോൾ ഗുരുവായൂരിലേക്ക് ശ്രദ്ധ തിരിക്കുക, എന്നാൽ തമിഴ്നാട്ടിലേക്ക് കടക്കുക, ഇതായിരുന്നു ലക്ഷ്യം SKN. അങ്ങനെ വളരെ ശാസ്ത്രീയമായി ആസൂത്രിതമായുള്ള ഒരു ചാട്ടമാണ് നടത്തിയത്. SKN ഒരു പുതിയ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ഗോവിന്ദചാമിക്കെതിരെ പോലീസ് കുരുക്ക് മുറുക്കിയിരിക്കുന്നു. PDPP ആക്ട് ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമം PDPP ആക്ടിലെ 4 റെഡ് വിത്ത് 21 വകുപ്പാണ് ചുമത്താൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നു. ഇത് വർഷങ്ങളുടെ ശിക്ഷ, ഏതാണ്ട് 8 വർഷം കഠിന തടവ് അനുഭവിക്കേണ്ട ശിക്ഷയാണ് ഇത്. നിലവിൽ ജയിൽ ചാടുന്നതിന് ശിക്ഷ കുറവാണ്. 6 മാസം തടവ് മാത്രമേ ഉള്ളൂ SKN. ജയിൽ ചാടുക എന്നുള്ളത്, അതായത് ഒരു കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ള കുറ്റകൃത്യം മാത്രമാണ് വരുന്നത്. അങ്ങനെയുള്ള ശിക്ഷ കുറവാണ് എന്നുള്ള പ്രോത്സാഹനം. ഒരു സംശയം, അതായത് ഇവനെ ആജീവനാന്തം ജയിലിടാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ചോദിച്ചു വെച്ചേക്കണം. കാര്യം ഇനി ഇയാളെ പുറത്തിറക്കാനേ പാടില്ല. കാരണം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സമാധാനത്തോടെ കഴിയാൻ ഇയാൾ അനുവദിക്കില്ല. തീർച്ചയായും SKN അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇന്നിപ്പോൾ ജയിലിന് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ, അവനെ കൊണ്ടുപോകുമ്പോൾ ഒട്ടും മനസ്താപമില്ലാത്ത ക്രൂരമായ മുഖവുമായാണ് ഈ ജയിലിൽ നിന്നും പുറത്തിറങ്ങി വിയൂർ ജയിലിലേക്ക് പോകാൻ വേണ്ടി ഈ ആംഡ് ബറ്റാലിയൻ്റെ വണ്ടിയിലേക്ക് കയറുന്നത്. സായുധ സേനാ വിഭാഗം അവനെ കൊണ്ടുപോകുന്ന സീൻ തന്നെ SKN കണ്ടതാണ്. വളരെ ക്രൂരമായ പരുക്കനായ മുഖം, ഒട്ടും മനസ്താപമില്ലാതെ. മാത്രവുമല്ല, ഇന്നലെ ഈ ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥരുമായി വിശദമായി സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് ഒട്ടും
ഒട്ടും മനസ്താപമില്ലാതെ വളരെ കൂളായാണ് പറയുന്നത്. അതിലൊരു ചോദ്യം പോലീസ് വളരെ ശാസ്ത്രീയമായിരുന്നു ചോദ്യം ചെയ്യൽ. ഈ ഫോൺ ഉപയോഗിച്ചു എന്നുള്ളതും ഫോണിൽ ഷെൽവം എന്ന തമിഴ്നാട് സ്വദേശിയെ പാലക്കാട് ടവറിലായിരുന്നു അയാൾ ഈ കോൾ നടക്കുമ്പോൾ ഉള്ളത് എന്നും സൈബർ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഷെൽവത്തെ വിളിച്ചു എന്നുള്ളതും, അതായത് ഈ ചാടാൻ വേണ്ടിയുള്ള ആലോചനയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. പക്ഷേ ജയിലിനകത്തെ 4 പേരുടെ സഹായം, അറിവ് ഈ ചാട്ടത്തിനുണ്ടായിരുന്നു, സഹതടവുകാരുടേത് എന്നുള്ളത് സ്ഥിരീകരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PDPP ആക്ട് പ്രകാരം ഇയാൾക്ക് കുറ്റം ചുമത്താൻ പോകുന്നു. അതിൻ്റെ ഭാഗമായി അന്വേഷണ സംഘം ജയിലിൽ ഇന്ന് തന്നെ ഒരു മൊഴിയെടുപ്പ് നടത്തിയേക്കും എന്നുള്ള സൂചനയാണ്. അതിനുശേഷം തുടർ നടപടിയുടെ ഭാഗമായി ജയിൽ ചാട്ടം എന്ന കുറ്റം കൂടാതെ PDPP ആക്ട് കൂടി ചുമത്താൻ പോകുന്നു. അതായത് കേരള പോലീസ് ഗോവിന്ദച്ചാമിയെ SKN പറഞ്ഞതുപോലെ കൂടുതൽ കാലം ജയിലിലിടാൻ വേണ്ടിയുള്ള വകുപ്പുകൾ, കടുത്ത വകുപ്പുകൾ ചുമത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു SKN. താങ്ക് യു. ദീപക് തന്മയാണ് വിവരങ്ങൾ നൽകിയത്.